ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇത്രയും ദിവസം സെറി ത്രെഡും സിൽക്ക് ത്രെഡും വെച്ചിട്ടാണ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് ബീഡ്സ് വർക്കിന് ആരി എംബ്രോയിഡറിയാണ് ചെയ്യാൻ പോകുന്നത്. ആരി നീഡിൽ വെച്ചിട്ടും നോർമൽ നീഡിൽ വെച്ചിട്ടും ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ബീഡ്സ് വർക്ക് ചെയ്യാനായിട്ട് ഈ 3 നീഡിൽസാണ് യൂസ് ചെയ്യുന്നത്. തുലിപ്പിൻ്റെ നമ്പർ 23 ആൻഡ് നമ്പർ 24. ഇതിൽ ഷുഗർ ബീഡ്സ് ആണെങ്കിൽ 7 ഓർ 8 ഒക്കെ ലോഡ് ചെയ്യാൻ പറ്റും. 2mm ബീഡ്സ് ആണെങ്കിൽ 4 ഓർ 5. ബട്ട് സ്റ്റാർട്ടിങ്ങിൽ ഈ ഒരു തുലിപ്പ് നീഡിൽ വെച്ച് ചെയ്ത് പഠിക്കുന്നതാണ് നല്ലത്. നെക്സ്റ്റ് ഈ ഒരു അയൺ നീഡിലാണ്. ഇതിൽ അത്യാവശ്യം ബീഡ്സ് ലോഡ് ചെയ്യാൻ പറ്റും. തുലിപ്പ് നീഡിൽ വെച്ച് നന്നായി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു നീഡിൽ വെച്ച് ചെയ്യാൻ തുടങ്ങാം. പിന്നെ വന്നത് ഈ ഒരു വുഡൻ നീഡിലാണ്. ഇതിൽ അയൺ നീഡിൽ ലോഡായതിനേലും കൂടുതൽ ബീഡ്സ് ലോഡ് ചെയ്യാം. ബട്ട് ഇത് വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ നന്നായിട്ട് ബെൻഡാകും, കണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് കംഫർട്ട് ഏതാണോ അത് വെച്ച് ചെയ്യാം. ഞാൻ ഈ അയൺ നീഡിലാണ് ബീഡ്സ് വർക്കൊക്കെ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത് പഠിക്കുമ്പോൾ തുലിപ്പ് നീഡിൽ വെച്ച് തന്നെ ചെയ്ത് പഠിക്കുക. പിന്നെ ബീഡ്സ് വർക്ക് ചെയ്യുമ്പോൾ സൂയിങ് ത്രെഡ് എടുക്കുന്നതായിരിക്കും നല്ലത്. സെറി ത്രെഡ് എടുക്കുകയാണെങ്കിൽ അതിനത്ര തിക്നെസ് ഉള്ളതുകൊണ്ട് ബീഡ്സ് വർക്ക് ചെയ്യാൻ അത്ര കംഫർട്ട് ആയിരിക്കില്ല. പിന്നെ ഇതുപോലത്തെ നൈലോൺ ത്രെഡുകളും അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ഒരു ത്രെഡ് ആണെങ്കിൽ നൂല് പൊട്ടിപ്പോകുന്ന പ്രോബ്ലംസ് ഉണ്ടാകില്ല. ബട്ട് സ്റ്റാർട്ടിങ്ങിൽ ഇത് ഹാൻഡിൽ ചെയ്യാൻ നല്ല പാടായിരിക്കും. സോ സൂയിങ് ത്രെഡ് തന്നെയാണ് നല്ലത് ചെയ്ത് പഠിക്കാൻ. അപ്പോൾ ബീഡ്സ് ചെയ്ത് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ 2mm സൈസ് ബീഡ്സൊക്കെ യൂസ് ചെയ്ത് പഠിക്കുക. ആദ്യം തന്നെ ഷുഗർ ബീഡ്സ് എടുത്താൽ അതിൻ്റെ സൈസ് ചെറുതായതുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയാൻ പറ്റില്ല. സോ ഇത്തിരി വലിയ സൈസ് ബീഡ്സ് ആദ്യം ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. ഇതുപോലത്തെ ബീഡ്സ് ബൾക്കായിട്ട് ഷോപ്പിൽ നിന്ന് കിട്ടും. ബട്ട് നിങ്ങളിപ്പോൾ ഇത്രയും ബൾക്കായിട്ട് വാങ്ങേണ്ട ആവശ്യമില്ല. സ്മോൾ പാക്കറ്റ്സ് കിട്ടും, അത് വാങ്ങിയാൽ മതി. അപ്പോൾ നമുക്ക് ചെയ്തു തുടങ്ങാം. ഞാനിവിടെ ഫാബ്രിക്കിൻ്റെ സെയിം കളർ ത്രെഡാണ് വർക്ക് ചെയ്യാൻ എടുത്തിരിക്കുന്നത്. സെയിം കളർ ത്രെഡ് ആകുമ്പോൾ ത്രെഡ് അധികം വിസിബിൾ ആയിരിക്കില്ല. നീഡിൽ ബീഡ്സ് നമ്മുടെ ഈ മിഡിൽ ഫിംഗർ വെച്ചിട്ട് ഹോൾഡ് ചെയ്ത് പിടിക്കാം. എന്നിട്ട് റിംഗ് ഫിംഗർ വെച്ചിട്ട് ഓരോ ബീഡും സ്റ്റിച്ച് ചെയ്യാനായിട്ട് താഴേക്ക് ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് ഇതുപോലെ ഓരോ ബീഡ് കൊടുത്തിട്ട് നെക്സ്റ്റ് 2ഓ 3ഓ ചെയിൻ സ്റ്റിച്ച് കൊടുത്തിട്ട് എഗെയിൻ ബീഡ് കൊടുത്ത് ചെയ്യാം. ഇങ്ങനെ സ്റ്റാർട്ടിങ്ങിലേ ചെയ്ത് പഠിക്കാം. നിങ്ങൾ പഠിക്കുമ്പോൾ ഒരുമിച്ച് ഇത്രയും ബീഡ്സ് ലോഡ് ചെയ്ത് പഠിക്കണമെന്നില്ല. ഓരോ ബീഡ് നീഡിലെടുത്തും ചെയ്യാം. ബട്ട് സ്ലോലി ഇങ്ങനെ ലോഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ഷുഗർ ബീഡ്സ് വെച്ച് ഇതുപോലെ തന്നെ ചെയ്ത് നോക്കാം.
നെക്സ്റ്റ് ഷുഗർ ബീഡ്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കാം. ഈ ഒരു അയൺ നീഡിൽ വെച്ചിട്ട് ചെയ്തു നോക്കാം. ഇതിൽ ബീഡ്സ് ഇങ്ങനെ ലോഡ് ചെയ്യാം. ഇങ്ങനെ എടുത്താൽ കുറച്ച് ടൈം സേവ് ചെയ്യാം. ഓരോ ബീഡ്സ് എടുക്കുമ്പോൾ ഒത്തിരി ടൈം അതിന് വേണ്ടി പോകും. സോ ഇങ്ങനെ എടുക്കുന്നതാണ് നല്ലത്. കണ്ടോ, പെട്ടെന്ന് തന്നെ ബീഡ്സ് ലോഡായി കിട്ടും. ഷുഗർ ബീഡ്സ് ചെയ്യുമ്പോൾ മാക്സിമം 2 ബീഡ്സ് ഇട്ട് ചെയ്യാവൂ, ഇല്ലെങ്കിൽ ഓരോ ബീഡ് ഇട്ടും ചെയ്യാം. പിന്നെ ബീഡ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ടൈറ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ, ഇല്ലെങ്കിൽ വർക്കൊക്കെ കഴിഞ്ഞ് ക്ലോത്ത് ഫ്രെയിമിൽ നിന്ന് മാറ്റി നോക്കുമ്പോൾ വർക്ക് ഫുൾ ലൂസായിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ. നെക്സ്റ്റ് 2 mm ബീഡ്സ് ഈ അയൺ നീഡിൽ വെച്ചിട്ട് ചെയ്ത് നോക്കാം. ബീഡ്സ് ഇതുപോലെ ലോഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇതുപോലെ കിട്ടുന്ന ബീഡ്സ് ആണെങ്കിൽ ഇങ്ങനെ ലോഡ് ചെയ്തെടുക്കാം. ടു mm ബീഡ്സ് ഓരോ ബീഡ്സ് ഇട്ടേ ചെയ്യാവൂ, ഇല്ലെങ്കിൽ വർക്ക് ലൂസായി പോകും. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കാം. നെക്സ്റ്റ് നോർമൽ നീഡിൽ വെച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നീഡിൽ നമ്പർ 10 ആണ് എടുത്തിരിക്കുന്നത്. 2 mm ബീഡ്സ് രണ്ടെണ്ണം വെച്ചാണ് കൊടുക്കുന്നത്. ഇതുപോലെ ചെയ്യാം. ഇത് കൂടാതെ ഈ ഒരു മെത്തേഡ് കൂടി ട്രൈ ചെയ്യാം. ഇതുപോലെ 2 ബീഡ്സ് വെച്ചിട്ട് നീഡിൽ താഴേക്ക് എടുക്കാതെ ഇതുപോലെ 2 ബീഡ്സിൻ്റെയും സെൻറ്ററിൽ വരുന്നത് പോലെ കുത്തിയെടുക്കാം. കണ്ടോ, ഇതുപോലെ ചെയ്തെടുക്കാം.
നെക്സ്റ്റ് ഷുഗർ ബീഡ്സ് വെച്ച് ചെയ്ത് നോക്കാം. ഷുഗർ ബീഡ്സ് 4 വെച്ചാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതുപോലെ 4 കൊടുത്തിട്ട് ആദ്യത്തെ 2 ബീഡ്സ് വിട്ടിട്ട് സെൻറ്ററിൽ കുത്തിയെടുക്കാം. എന്നിട്ട് ഇതുപോലെ ബാക്കി നിൽക്കുന്ന 2 ബീഡ്സിൽ കൂടി ത്രെഡ് വലിച്ചെടുക്കാം. ഇതും 2 മെത്തേഡ്സിലും ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ട് അതിനനുസരിച്ച് ചെയ്യാം. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചോളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. കൂടെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.